friends, welcome to Amazing Cooking. ഞാൻ Manjusree. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് റവ കേസരിയാണ്. വളരെ ടേസ്റ്റിയായ ഈ സ്വീറ്റ് ഡിഷ് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. മധുരം ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് ഡിഷാണിത്. നെയ്യും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് അവർക്ക് ഹൈ എനർജി കൊടുക്കും. വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് റവ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു മെഷർമെന്റ് കപ്പിലാണ് നമ്മൾ അളന്നെടുത്തത്. അപ്പം വേണ്ടത് 1 കപ്പ് കുറച്ച് കട്ടിയുള്ള തരിതരി പോലത്തെ റവ, 1.5 കപ്പ് പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും, 5 ഏലക്ക പൊടിച്ചു വെച്ചത്, 3 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളത്തിൽ 1 പിഞ്ച് കുങ്കുമപ്പൂ ഇടുക, എന്നിട്ടൊരു 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചത്. പിന്നെ വേണ്ടത് 2 കപ്പ് വെള്ളമാണ്. 1 കപ്പ് റവ കേസരി എടുത്തപ്പോൾ അതിൻ്റെ ഡബിൾ വെള്ളം, അതേ സെയിം മെഷർമെന്റ് കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഇവിടെ അളന്നെടുത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അടുപ്പത്തുള്ള പാൻ നന്നായി ചൂടായിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഈ റവ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കുക. 6-7 മിനിറ്റ് സമയം എടുക്കും. പതുക്കെ ക്ഷമയോടുകൂടെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അത്രയും സമയം എടുത്ത് പതുക്കെ മിക്സ് ചെയ്ത് ഈ റവ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. എന്നാലാണ് നമ്മൾ ഉണ്ടാക്കുന്ന കേസരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ചെറിയ ക്രിസ്പിനെസ് വരുന്നവരെ, പക്ഷെ ഒരുപാട് ക്രിസ്പിനെസ് കൂടിയിട്ട് അതിൻ്റെ കളർ മാറിപ്പോകാനും പാടില്ല. ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ റവ ആവശ്യത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് തന്നെ നമ്മൾ അളന്നെടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് റവ എടുത്തപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊന്ന് ബോയിലായിട്ട് വരട്ടെ. ഇപ്പോൾ വെള്ളത്തിന് ചെറുതായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കൂടുതൽ തിളയ്ക്കേണ്ട. ഈ സമയത്ത് തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് റവയിലെ കട്ടിയൊന്നും ഇല്ലാണ്ട് ആവുന്നവരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇതിനകത്ത് കട്ടിയൊന്നും ഇല്ല ഇപ്പോൾ. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. കുറച്ച് നേരം ഗ്യാസിൽ നിന്ന് ഒന്ന് മാറ്റി വെക്കണം. ഇപ്പോൾ 2 മിനിറ്റ് സമയം ആയിട്ടുണ്ട്. നമുക്കിന്ന് തുറന്നു നോക്കാം. ഈ റവ മുഴുവനായിട്ടും വെള്ളം അബ്സോർവ് ചെയ്ത് കഴിഞ്ഞു. സൈഡിൽ നിന്നൊക്കെ പതുക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 കപ്പ് റവ എടുത്തപ്പം 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ നോർമൽ റവ കേസരി ഉണ്ടാക്കുമ്പം ഈ കണക്കാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് പഞ്ചസാര. ആ റവയുടെ ചൂട് കൊണ്ട് തന്നെ പഞ്ചസാര മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ് ഇപ്പോൾ ലോ ഫ്ലെയിമിലാണുള്ളത്. പഞ്ചസാര മെൽറ്റ് ആവാൻ തുടങ്ങിയതനുസരിച്ചിട്ട് റവ കുറച്ച് ലൂസായി വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ല മിക്സായി വന്നിട്ടുണ്ട്. റവയും പഞ്ചസാരയും എല്ലാം കൂടെ നല്ല മിക്സ് ആയിട്ടുണ്ട്. കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇളക്കി മിക്സായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ റവയും നെയ്യും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കുക.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ യൂസ് ചെയ്യാം, പക്ഷേ ഹെൽത്തിന് എപ്പോഴും നല്ലത് ഒറിജിനൽ കുങ്കുമപ്പൂ ഒക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഇത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഫുഡ് കളർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലൊരു ഓറഞ്ച് കളർ നമുക്ക് കിട്ടും. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുങ്കുമപ്പൂവിൻ്റെ കളർ എല്ലായിടത്തും വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയാണ് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്ക കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നമ്മുടെ റവ കേസരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. വളരെ സോഫ്റ്റായി റവ കേസരി ഒരു സെർവിംഗ് ബൗളിലേക്ക് എടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മധുരം ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ഡിഷാണിത്. എന്നിട്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും. എന്നാൽ മാത്രമാണ് അടുത്തായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് അതേസമയം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസത്തിൽ നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.